സെയിൽസ് ആണല്ലേ മാർക്കറ്റിംഗ് ഒരു സർവീസ് കൊടുക്കുന്ന ഫീൽഡാണ് റൈറ്റ്. ഇവിടെ നമ്മൾ ആക്ച്വലി നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മൾ ആൾക്കാരെ ഈ പറഞ്ഞതുപോലെ ആക്ച്വലി നമ്മൾ സഹായിക്കുകയാണോ, അവരെ ജീവിതത്തിൽ മറ്റൊരു ലെവലിലേക്ക് എത്തിക്കുകയാണോ, അതോ നമ്മൾ കുറച്ച് പൈസ ഉണ്ടാക്കാനുള്ള മാർഗം ചെയ്യുവാണോ? സഹായിക്കുക. ഹൗ? അല്ലേ? അതെത്ര നല്ല കയ്യിലെടുത്ത് സഹായിക്കുക എന്ന് പറയും. വെള്ളേ കയ്യിലെടുത്ത് വെള്ളേ. ഹൗ? അപകട സമയത്ത് പൈസ പറ. ആ സമയത്ത് പൈസ കിട്ടുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. അത് എത്രയും വേഗം ഒരുക്കി കൊടുക്കുക എന്നുള്ള കാര്യം നമ്മൾ ചെയ്യുക എന്നുള്ളത് അതൊരു ദൈവികമായ പ്രവർത്തനയാണ്. അമേക്കറ മനുഷ്യൻ എപ്പോഴും ആത്മഹത്യ ചെയ്യുന്നത് പൈസ ഇല്ലാതാകുമ്പോൾ, ജീവിതം മടുക്കുമ്പോൾ. ഒന്നുകൂടെ കുറച്ച് നന്നാക്കി. ജീവിതം മടുക്കുമ്പോൾ. എപ്പോഴാണ് ജീവിതം മടുക്കുന്നത്? ആത്മഹത്യയെ കുറിച്ച് എപ്പോഴേക്ക് ചിന്തിച്ചിട്ടുണ്ടോ? എപ്പോഴും 10ാം ക്ലാസ്സിലെ പരീക്ഷ മുമ്പല്ലേ? ഓക്കെ. ആത്മഹത്യയെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? ചിന്തിക്കാത്ത ഒരു മനുഷ്യനില്ല. അങ്ങനെ അല്ലാത്ത ഒരാളുണ്ടെങ്കിൽ മന്ദബുദ്ധി ആയിരിക്കും. ചിന്തിച്ചിട്ടില്ലേ? യെസ്-ഓർ-നോ? ഏത് സമയത്താണ്? കയ്യിൽ കാശില്ലാത്തപ്പോ. രാവിലെ നോക്കുമ്പോൾ പേഴ്സിൽ പൈസ ഇല്ല, എന്നാ പോയി ചാത്തേക്കാം, ഇന്ന് വൈകുന്നേരം പോയി ആത്മഹത്യ ചെയ്തേ. എത്ര ചെയ്തു? എപ്പോഴും ആത്മഹത്യ ചെയ്യുന്നേ? എത്ര പേര് ആത്മഹത്യ ചെയ്തിരിക്കുന്നു? ഓരോ ദിവസവും ആത്മഹത്യയുടെ പെരുകുക. ഡോക്ടേഴ്സും എഞ്ചിനീയേഴ്സും ഒക്കെ ആത്മഹത്യക്കോ? വൈ? വെൻ? ഹെൽപ്ലെസ് ആകുമ്പോൾ. കുറച്ചുകൂടെ ഒന്നുകൂടെ ആ ഹെൽപ്ലെസ് ആകുമ്പോൾ. ആരും സഹായിക്കല്ല. ഇതിന് മലയാളം ഇങ്ങോട്ട് തർജ്ജമ ചെയ്തേ. ഓക്കെ. ഹോപ്പ് നഷ്ടമാകുമ്പോൾ, പ്രതീക്ഷ ഇല്ലാതാകുമ്പോഴാണ് മനുഷ്യർ ആത്മഹത്യ ചെയ്യുന്നത്. സ്വർണ്ണം ആണോ അല്ലേ? നമ്മൾ പ്രതീക്ഷ കൊടുക്കുന്നവരല്ലേ? പ്രതീക്ഷ കൊടുക്കാൻ സാധിക്കുമെങ്കിൽ, മറ്റൊരാളുടെ ജീവിതത്തിൽ സ്വാധീനിക്കാൻ സാധിക്കുമെങ്കിൽ അവിടെ ദൈവികമായ ഒരു പ്രവൃത്തി നടക്കില്ല, ഇല്ലേ? ആ പ്രവൃത്തിയിൽ എത്ര ഭംഗിയായി നമുക്കിത് ചെയ്യാൻ സാധിക്കും എന്നുള്ളത്. ഓരോ ജോലിക്കും അതിൻ്റെ അന്തസ്സുണ്ടെന്നൊക്കെ നമ്മൾ പണ്ട് മുതലേ കേട്ടിട്ടുണ്ട്. പക്ഷെ അതിലേറെ അന്തസ്സും അഭിമാനത്തോടെ ചെയ്യേണ്ട ഒരു മേഖലയാണ് മാർക്കറ്റിംഗ് ആൻഡ് സെയിൽസ് എന്ന് ഞാൻ പറയും.